ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സോയ മഷ്റൂമും കൂടെയുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും നോൺ വെജൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോയയുടെയും മഷ്റൂമിൻ്റെയും കൂടെയുള്ളൊരു റോസ്റ്റാണിത്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് സോയ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ സോയ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മളത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കളയുക. വീണ്ടും അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം വെള്ളത്തിലിട്ട് നമ്മൾ നല്ല പോലെ വെള്ളം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 സവോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടയട്ടെ. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരാനായിട്ടാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഷ്റൂമാണ്. ഞാൻ ഏകദേശം 1 കപ്പോളം തന്നെ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് മഷ്റൂമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മഷ്റൂമാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇനി മഷ്റൂം ഇല്ലെങ്കിലും വെറും സോയ വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം. രണ്ടും ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മഷ്റൂമിൽ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഒന്ന് മിക്സായി വരാനായിട്ട് 2 മിനിറ്റ് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ കാണിച്ച സോയ നല്ല പോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വലിയ സോയ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയയും മഷ്റൂമും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മസാലയും മഷ്റൂമും സോയ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ലൊരു നോൺ വെജൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്, അല്ലെങ്കിൽ നല്ലൊരു റോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.